ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണേ. അപ്പോൾ ഇന്ന് നല്ലൊരു പാൽക്കപ്പ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ കപ്പ ഇത്തിരി വലിപ്പമുള്ള പീസുകളായിട്ട് മുറിച്ച് കുക്കറിനകത്തിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിക്കണേ. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക. അതിനുശേഷം ഒരു പിടി ചെറിയുള്ളി, പിന്നെ ആവശ്യത്തിന് കാന്താരി മുളക് ഇല്ലെങ്കിൽ മറ്റേ മുളകായാലും മതി. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും കൂടെ ഇടുക. ഇട്ടിട്ട് തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ രണ്ടാം പാൽ ഈ കപ്പയ്ക്ക് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ആ ഒരു അളവിൽ ഇത് കിട്ടുള്ളൂ, ലൂസായിട്ട് കിട്ടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, പാല് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ചു പോവും. കട്ട പിടിച്ചാൽ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. എന്നിട്ട് ഇത് ഒന്ന് ഉടച്ചു കൊടുക്കുക. കപ്പ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന ഇത് കാണാമല്ലോ. അപ്പോഴത്തേന് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കടുക് വറുക്കലാണേ. അതിനായിട്ട് നല്ല വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ചെറിയുള്ളി, ഇത് ഇത്രയും കൂടെ. പിന്നെ വേണമെന്നുള്ളവർക്ക് ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് മാത്രം ഉഴുന്നുപരിപ്പ് ഇട്ടാൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്യണം. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കി എടുക്കണം. അത് കരിഞ്ഞു പോയാലും അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അത് ആ വറവൽ കുറഞ്ഞു പോയാലും അതിൻ്റെ ടേസ്റ്റ് മാറും. എന്നിട്ട് ഈ പാൽക്കപ്പയിലേക്ക് ഇട്ട് ഇളക്കി അത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നല്ല കുടംപുളി ഇട്ട മത്തിക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും കൊണ്ട് പറ്റുന്ന കാര്യമാണ്. നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം കറക്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടിയായി പോവും. കട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. പിന്നെ ചിലപ്പോൾ അടുക്കി പിടിക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.